പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച കൂടുതൽ എംപിമാർക്ക് സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർ ഉൾപ്പെടെ 15 എംപിമാർക്കാണ് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡെറിക് ഒബ്രിയാനെതിരെ പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണം 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച പ്രമേയം രാജ്യസഭ പാസാക്കി. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ ലോക്സഭയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയത്. പക്ഷേ അതിൽ വിചിത്രമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സസ്പെൻഷനിലേക്ക് 15 എംപിമാർ പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? മാത്രമല്ല, ഈ നടപടിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രിയ, ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഇരു സഭകളിലും അരങ്ങേറിയത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി പ്രസ്താവന നടത്തണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ പാസ് നൽകിയ BJP അംഗത്തിനെതിരെ പ്രതാപ് സിംഹയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ഒരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. ഈ 2 ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇരുസഭകളിലും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അരങ്ങേറിയത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്കാണ് ഭരണപക്ഷം നീങ്ങിയിരിക്കുന്നത്. 15 എംപിമാർക്ക് ഇരുസഭകളിലുമായി സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 14 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, രമ്യ ഹരിദാസ്, TN പ്രതാപൻ ഉൾപ്പെടെ 6 എംപിമാർക്കാണ് കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ എംപിമാരൊക്കെ തന്നെ ലോക്സഭയ്ക്കകത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. ഈ സസ്പെൻഷൻ നടപടിക്കെതിരെ തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. കാരണം ഈ ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ തന്നെ നിശബ്ദരാക്കാനായിട്ടുള്ള നീക്കമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇത്തരത്തിൽ നടപടി എടുത്ത് പേടിപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഡെറിക് ഒബ്രിയനെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീടും സഭ ചേരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഡെറിക് ഒബ്രിയൻ സഭ വിട്ടു പോകാത്തത് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധങ്കറിനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഡെറിക് ഒബ്രിയനെതിരെ പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നതാണ് പ്രമേയം പാസാക്കിയത്. ഇത് സംബന്ധിച്ചുള്ള പ്രമേയം വൈകിട്ട് 4 മണിയോട് കൂടിയാണ് രാജ്യസഭ പാസാക്കിയത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഇരു സഭകളും നാളത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് അമിത്ഷാ പ്രസ്താവന നടത്തണം, അമിത്ഷാ രാജിവെക്കണം. അതോടൊപ്പം തന്നെ ഈ അക്രമികൾക്ക് പാസ് നൽകിയ BJP അംഗമായിട്ടുള്ള BJP MP പ്രതാപ് സിംഹയ്ക്കെതിരെ കടുത്ത നടപടി വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് സഭയിൽ ഭരണപക്ഷം സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സഭയിൽ ഉണ്ടായത് അത്ര വലിയ സുരക്ഷാ വീഴ്ചയൊന്നുമല്ല എന്നൊരു തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ ഒരു പ്രസ്താവന നടത്തിയത് പാർലമെന്റ് ഉണ്ടായ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്, നടക്കാറുണ്ട്. സഭയ്ക്കകത്തേക്ക് പേപ്പർ എറിയുക, ആളുകൾ ചാടിക്കയറുക, അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം കുറച്ചു കാട്ടാനുള്ള ഒരു ശ്രമം BJP അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അത്ര കണ്ട് ചർച്ച ആകാതിരിക്കാനുള്ള പ്രതികാര നടപടി തന്നെയാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും പ്രതിപക്ഷം ഒരു പ്രതിഷേധം ശക്തമാക്കും. പ്രിയ, വ്യക്തമാണ്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച കൂടുതൽ എംപിമാർക്ക് സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർ ഉൾപ്പെടെ 15 എംപിമാർക്കാണ് നടപടി നേരിടേണ്ടി വന്നത്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.